സ്തോത്രം. പരിശുദ്ധനെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ രക്തത്താൽ ജയം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യേശുവേ രക്തത്താൽ ജയം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ആമേൻ ഹല്ലേലൂയ ഇന്ന് വൈകിവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ആമേൻ. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ എനിക്ക് കർത്താവിനെ സ്തുതിക്കാൻ, ആമേൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം ഒരു അവസരം കൂടി ആമേൻ ഹല്ലേലൂയ ഭൂമിയിൽ ശേഷിപ്പിച്ചു തന്ന ആമേൻ ദൈവത്തിന് വിലയേറിയ സ്നേഹത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ആമേൻ. സ്തോത്രം. അതോടൊപ്പം തന്നെ ഇതിന് മുഖാന്തരമായി തീർന്ന കർത്താവിൻ്റെ ആമേൻ ദാസി ആമേൻ റോസിന് സിസ്റ്ററോടുള്ള നന്ദിയ സ്നേഹത്തെ ഈ സമയം ഓർപ്പിക്കുന്നു. കൂടെ പ്രവർത്തിക്കുന്ന ആമേൻ ഹല്ലേലൂയ കൂടെ ആമേൻ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ആമേൻ. ഇങ്ങനെ ഒരു അവസരം ദൈവാത്മാവ് ജീവിതത്തിൽ വേർതിരിച്ചു തന്ന നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ആമേൻ. സ്തോത്രം. ഓരോ സെക്കൻഡുകൾക്കും ഓരോ നിമിഷങ്ങൾക്കും ആമേൻ ഹല്ലേലൂയ ഓരോ മണിക്കൂറുകൾക്കും മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രാധാന്യതയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഏറ്റവും ആമേൻ ഹല്ലേലൂയ വലിയ പ്രാധാന്യതയുള്ള ആമേൻ സമയങ്ങൾക്കകത്തൂടെയാണ് ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് ആമേൻ ഈ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കുന്നുവെങ്കിൽ ആമേൻ വലിയ ദൈവിക അത്ഭുതങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകാൽ ആമേൻ. സ്തോത്രം. ഇങ്ങനെ ഒരു അവസരം ദൈവാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നത് ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ആമേൻ സ്തോത്രം ഈ ഫേസ്ബുക്കിലൂടെ എന്നെ വാച്ച് ചെയ്യുന്ന ആമേൻ എല്ലാ ആമേൻ സഹോദരി സഹോദരന്മാർക്കും ആമേൻ എല്ലാ ദൈവമക്കൾക്കും വേഗമരുന്നനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള ആമേൻ ഹല്ലേലൂയ എൻ്റെ സായന്തന വന്ദനത്തെ അറിയിക്കുന്നു. ദൈവാത്മാവ് ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഒരു വചനഭാഗം വേഗത്തിൽ ആമേൻ ഹല്ലേലൂയ ദൈവവചന ചിന്തയിലേക്ക് ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് കടക്കാമല്ലോ. ആമേൻ. ദൈവാത്മാവ് അതിനായി സഹായിക്കട്ടെ. എന്നെ ഏറെ സന്തോഷിപ്പിക്കുകയും ആമേൻ ഹല്ലേലൂയ വിശ്വാസ ജീവിതത്തിൽ ആമേൻ ദൈനംദിന ജീവിതത്തിൽ എന്നെ ഏറ്റവും ബലപ്പെടുത്തുകയും ചെയ്ത ആമേൻ ഒരു പാട്ടിന്റെ ചെറിയ ഇരടികൾ പാടി ആമേൻ ഹല്ലേലൂയ ദൈവവചനത്തിലേക്ക് കടക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ദൈവാത്മാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാഹേ നീ എൻ്റെ ദൈവം, തേടും നിന്നെ മാത്രമെന്നും. യാഹേ നീ എൻ്റെ ദൈവം, തേടും നിന്നെ മാത്രമെന്നും. വരണ്ടുണങ്ങും ഈ മരുതലത്തിലൻ മനസം തുടിച്ചിടുന്നു നാഥനായി. വരണ്ടുണങ്ങും ഈ മരുതലത്തിലൻ മനസം തുടിച്ചിടുന്നു നാഥനായി. യാഹേ നീ എൻ്റെ ദൈവം, തേടും നിന്നെ മാത്രമെന്നും. യാഹേ നീ എൻ്റെ ദൈവം, തേടും നിന്നെ മാത്രമെന്നും. നിൻ കരുണയും സ്നേഹവും സദാ പാടിടും മർത്യകാലവും. നിൻ കരുണയും സ്നേഹവും സദാ പാടിടും മർത്യകാലവും. ജീവനേകിനി നവ്യപാതയിൽ എന്നും നയിച്ചിടുന്നു മാർഗദീപമായി. ജീവനേകിനി നവ്യപാതയിൽ എന്നും നയിച്ചിടുന്നു മാർഗദീപമായി. യാഹേ നീ എൻ്റെ ദൈവം, തേടും നിന്നെ മാത്രമെന്നും. യാഹേ നീ എൻ്റെ ദൈവം, തേടും നിന്നെ മാത്രമെന്നും. യാഹേ നീ എൻ്റെ ദൈവം, തേടും നിന്നെ മാത്രമെന്നും. വരണ്ടുണങ്ങുമീ മരുതലത്തിലൻ മനസം തുടിച്ചിടുന്നു നാഥനായി. വരണ്ടുണങ്ങുമീ മരുതലത്തിലൻ മനസം തുടിച്ചിടുന്നു നാഥനായി. യാഹേ നീ എൻ്റെ ദൈവം,
തേടും നിന്നെ മാത്രമെന്നും. ഹല്ലേലൂയ. അങ്ങനെയൊന്ന് പാടാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഹല്ലേലൂയ. ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ നാം ഒരു വാക്ക് ദൈവത്തോട് ചേർന്ന് അങ്ങനെയൊന്ന് പറയാൻ സാധിച്ചാൽ എനിക്ക് ഒന്നും തേടാൻ അങ്ങയുടെ മുഖം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ആശ്രയ ബോധം നമുക്ക് ദൈവത്തിങ്കിലേക്ക് ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ പരിശുദ്ധം ഈ പകലിൽ തന്നെ ആരംഭിക്കുവാനിടയായി തീരും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആ വാക്കൊന്ന് ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. യാഹേ നീ എൻ്റെ ദൈവം, തേടും നിന്നെ മാത്രമെന്നും. വരണ്ടുണങ്ങുമീ മരുതലത്തിലൻ മാനസം തുടിച്ചിടുന്നു നാഥനായി. വരണ്ടുണങ്ങുമീ മരുതലത്തിലൻ മാനസം തുടിച്ചിടുന്നു നാഥനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു ജീവിതം നമുക്ക് ഹല്ലേലൂയ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ദൈവസന്നിധിയിൽ. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുവാനും ഇടയായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് വേഗത്തിൽ ഒരു വചന ചിന്തയിലേക്ക് ഹല്ലേലൂയ കടക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് പറയാൻ കഴിയും, ഇത് എല്ലാവർക്കും പ്രസിദ്ധമായ ഒരു വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ആർക്കും പരിചയമില്ലാത്തൊരു വചനമായിരിക്കത്തില്ല തീർച്ചയായിട്ടും. ഹല്ലേലൂയ. എല്ലാവരുടെയും ജീവിതത്തിൽ സ്തോത്രം ഒന്ന് നോക്കിയാൽ ഹല്ലേലൂയ ഇത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ വചനം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഈ വചനം ഇങ്ങനെയാണ് വായിച്ചു തുടങ്ങുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. സ്തോത്രം. ഇങ്ങനെ വായിക്കുന്നു: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ ഒരു തിരുവചന വേദഭാഗമാണ് സ്തോത്രം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഇന്ന് നമുക്ക് ഹല്ലേലൂയ ഒന്ന് ചുറ്റും നമ്മുടെ ചുറ്റുപാട് മാത്രം ഒന്ന് വീക്ഷിച്ചാൽ മതി. ഹല്ലേലൂയ. മനുഷ്യരെല്ലാവരും ഏറ്റവും കൂടുതൽ മനുഷ്യരാശിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സമാധാനം എന്നുള്ള ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. സമാധാനം എന്നുള്ള ഒരു അക്ഷരം കൊണ്ട് അത് തീരുമെങ്കിലും അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഫലം വലുതാണ്. സ്തോത്രം. അത് മനുഷ്യ ജീവിതത്തിൽ എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയണമെന്നാണ് സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും കുറിച്ചും ദൈവത്തിന് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, എല്ലാവരും സമാധാനത്തോടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആരും സമാധാനമില്ലാതെ ആയിരിക്കരുത് എന്ന് ദൈവത്തിന് വളരെ താല്പര്യമുണ്ട്, വളരെ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വപ്നം അതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമാധാനത്തോടെയാണ് സ്തോത്രം മനുഷ്യരാശിയെ ദൈവം ഹല്ലേലൂയ സൃഷ്ടിക്കുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സമാധാനക്കേടിനും അവിടെ ചാൻസ് ഇല്ലായിരുന്നു. ഹല്ലേലൂയ. എപ്പോഴും സമാധാനപരമായിട്ട് ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയിട്ട് ദൈവം ഹല്ലേലൂയ അവന്റെ കൂടെ സഞ്ചരിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ കൂടെ നടക്കുന്ന ഒരു അനുഭവം ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന് സമാധാനം എന്നുള്ള ഹല്ലേലൂയ ആ ഒരു സ്വസ്ഥതകൾക്കകത്ത് ജീവിതം കഴിക്കുവാൻ കഴിഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ സമാധാനപരമായ ജീവിതത്തിനകത്ത് നിന്ന് പാപം ചെയ്തത് വഴി ഹല്ലേലൂയ മനുഷ്യൻ മാറുകയാണ്. സ്തോത്രം. ഇന്ന് പകലിൽ ആരെങ്കിലും എന്നെ സമാധാനമില്ലാത്ത ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ അവരോടായി ദൈവാത്മാവിന് പറയാനുള്ള ഒരു കാര്യം ദൈവത്തിൽ ആശ്രയിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവിക സമാധാനം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമാണ് ഹല്ലേലൂയ സമാധാനത്തെ ആസ്വദിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള ജീവിതത്തിനകത്താണ് നാം സമാധാനപരമായിട്ട് ഇരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ ജീവിതമേ എല്ലാ മനുഷ്യർക്കും ദൈവം കൊടുത്തിട്ടുള്ളൂ. ഹല്ലേലൂയ. അതെത്ര ഉന്നതനായിരുന്നാലും ഹല്ലേലൂയ താണവനായിരുന്നാലും ഹല്ലേലൂയ പാവപ്പെട്ടവനായിരുന്നാലും ഏത് ഔദ്യോഗിക തലത്തിൽ സ്ഥാനം നടത്തുന്നവരായിരുന്നാലും ഹല്ലേലൂയ എല്ലാവർക്കും ഈ ഒരു ഒറ്റ ജീവിതമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ ജീവിതത്തെ അവരവർ എങ്ങനെ നയിക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യതയേറിയ ഒരു വിഷയമാണ്. സ്തോത്രം. അതിനെപ്പറ്റി ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടത് കൂടെയുള്ള കാര്യമില്ല. കാരണം എവിടെ നോക്കിയാലും സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ട് തന്നെ മനുഷ്യരെല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സമാധാനം കണ്ടെത്താൻ പരക്കം പാച്ചിലുകൾ നടത്തുന്നു. ഹല്ലേലൂയ. ഓരോരോ മേഖലകൾക്കകത്തേക്ക് അവർ തിരിയുന്നു, ഓരോരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ? സമാധാനത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ. എങ്ങനെ അന്വേഷിച്ചാലും അതിന്റെ ആകത്തുക സമാധാനം പ്രാപിക്കണം എന്നുള്ളത് വെച്ചാണ് ഓരോരുത്തരും ഓരോ മേഖലകൾ തിരഞ്ഞെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് സ്തോത്രം പല അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേർ, നിരവധി പേർ അവരുടെ ഹല്ലേലൂയ പ്രത്യക്ഷമായി അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ വളരെ സമാധാനപരമായ അന്തരീക്ഷമാണെന്ന് നമുക്ക് തോന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിനകത്താണല്ലോ ഈ കുടുംബം കടന്നു പോകുന്നതെന്ന് പ്രത്യക്ഷത്തിലുള്ള ഒറ്റ നോട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ തോന്നിയിരിക്കാം. പക്ഷേ അവരുടെ ഉള്ളത്തിലേക്ക്, അവരുടെ ഹല്ലേലൂയ അകത്തളത്തിലേക്ക് ഒന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും സമാധാനപരമായ ഒരു അന്തരീക്ഷം അവരുടെ കുടുംബത്തിലോ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലോ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തെ കാണാൻ കഴിയാത്ത ഹല്ലേലൂയ ഒരു അനുഭവമാണ് അവരെ അടുത്തറിയുമ്പോൾ നമുക്ക് ലഭിക്കുക. സ്തോത്രം. അങ്ങനെയുള്ള ഒരു വിവരമാണ് നമുക്ക് അവരെ കൂടുതൽ അടുത്തറിയുമ്പോൾ ലഭിക്കുക. സ്തോത്രം. അതുകൊണ്ട് തന്നെ സമാധാനം എന്നുള്ളൊരു വിഷയം ഏറ്റവും അനിവാര്യമാണ്. അതെവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും ഒരു സ്തോത്രം കേസിലല്ല സമാധാനക്കേട് അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വ്യത്യസ്തമായ കാരണം കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടിരിക്കാം. ഹല്ലേലൂയ. വ്യത്യസ്തപരമായ കാര്യങ്ങൾ കൊണ്ട് സമാധാനം അസ്തമിച്ചു പോകുന്ന ഒരു കൂട്ടത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് സ്വർഗം പറയുക, ഇതിന്റെ വിഷയം എന്തായിരുന്നാലും ഹല്ലേലൂയ സമാധാനത്തെ തകർക്കുന്ന ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ദൈവം നമ്മളോട് പറയുന്നു ഹല്ലേലൂയ ദൈവത്തിന്റെ അകത്തൊരു സൊല്യൂഷൻ ഉണ്ട്. ഹല്ലേലൂയ. നീ ആശ്രയിക്കുന്ന ആരെയാണോ ഹല്ലേലൂയ ആശ്രയിക്കുന്നത് ആരെയാണോ ഹല്ലേലൂയ അത് നിമിത്തം സമാധാനത്തെ നമുക്ക് ഹല്ലേലൂയ അവകാശമാക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ, ലോകത്തിലുള്ള യാതൊന്നും യഥാർത്ഥ സമാധാനം തരുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിഞ്ഞാൽ ദൈവത്തിനാണ് എന്റെയും നിങ്ങളുടെയും ആശ്രയമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്നൊരു സമാധാനം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ഉറപ്പ് വരുന്ന ഒരു തിരുവചന ഭാഗമാണ് സ്തോത്രം ഞാൻ ഇവിടെ വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. സമാധാനം സ്തോത്രം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യെസ്. ഹല്ലേലൂയ. ആരും ഇന്നുവരെ സമാധാനം ഞാൻ നിനക്ക് തരുക കേട്ടോ എന്ന് ആരും പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറഞ്ഞാലും എത്ര നാള് സ്തോത്രം ആ സമാധാനം അവർക്ക് കൊടുക്കാൻ കഴിയുമെന്നും ഹല്ലേലൂയ നിശ്ചയമില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം മനുഷ്യരായതുകൊണ്ട് എല്ലാവരും പരിമിതികൾക്കകത്താണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. പരിമിതികൾക്കകത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമാധാനം ആർക്കും കൊടുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എല്ലാവർക്കും ആഗ്രഹമുണ്ട് സമാധാനത്തിൽ ജീവിക്കണമെന്ന്. അപ്പന് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് മക്കളോട് സമാധാനത്തോടെ പെരുമാറണമെന്നുണ്ട്. മക്കൾക്ക് മാതാപിതാക്കളോട് സഹോദരങ്ങളോട് സമാധാനത്തോടെ പെരുമാറണമെന്നുണ്ട്. ജീവിതത്തിലെ ഹല്ലേലൂയ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഒരു അംഗങ്ങൾക്ക് എല്ലാ അംഗങ്ങൾക്കും സമാധാനപരമായി സൊസൈറ്റിക്കകത്ത് ജീവിക്കണമെന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോലി സ്ഥാപനത്തിനകത്ത് സമാധാനം വേണമെന്ന് ആഗ്രഹമില്ലാത്തവരാരുമില്ല. പ്രൈസ് ദി ലോർഡ്. യാത്രകളിൽ സമാധാനം ഉണ്ടാകണം. ഹല്ലേലൂയ. ജോലി മേഖലയിൽ സമാധാനം ഉണ്ടാകണം. ഇങ്ങനെ സമാധാനം എല്ലായിടത്തും എല്ലായ്പ്പോഴും അനിവാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതേതെങ്കിലും ഒരു സമയത്ത് മതിയോ ഈ സമാധാനം? ഹല്ലേലൂയ. ഏതെങ്കിലും ആർക്കെങ്കിലും ഉന്നത അധികാരത്തിൽ നിൽക്കുന്നവർക്ക് മാത്രം മതിയോ ഈ സമാധാനം? ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ പരിശോധിച്ചാൽ എല്ലാവർക്കും ഹല്ലേലൂയ ഒരു കുഞ്ഞു കുട്ടി മുതൽ ഹല്ലേലൂയ എല്ലാവർക്കും സമാധാനം അത്യന്തപേക്ഷിതമായിട്ടൊരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ ഇന്നെന്റെ തിരുവചനം ശ്രദ്ധിക്കുന്നുവെങ്കിൽ, എന്നിലൂടെ വെളിപ്പെടുന്ന തിരുവചനം ശ്രദ്ധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ സമാധാനത്തിന് വേണ്ടി ആശ്രയിക്കേണ്ടത് എവിടെയാണ്? ആരിലാണ് സമാധാനമുള്ളത്? എങ്ങനെയാണ് നമുക്ക് സമാധാനം ലഭിക്കുക? ഇതൊക്കെ നമുക്ക് വേഗത്തിൽ ഹല്ലേലൂയ ഒന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഞാൻ സ്തോത്രം സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. സമാധാനത്തെ കർത്താവ് ഓൾറെഡി എല്ലാവർക്കും വേണ്ടി തന്നേച്ചു പോയിരിക്കുകയാണ്. സ്തോത്രം. ഇത് അനുഭവിക്കുക, ഇല്ലെങ്കിൽ ഇത് പ്രാവർത്തികമാക്കുക, ഇതിൽ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ജീവിക്കാൻ നാം പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ സമാധാനത്തിൽ ബിഹേവ്
ചെയ്യാൻ ഞാൻ പഠിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഈ സമാധാനത്തിൽ ആമേൻ തുടരുവാൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം നാം ഹല്ലേലൂയ പ്രയത്നിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപക്ഷെ എത്രയൊക്കെ ശ്രമിച്ചാലും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ആമേൻ സ്തോത്ര മേഖലയെ കീപ്പ് ചെയ്യാൻ പറ്റിയെന്നിരിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അവിടെയാണ് ആമേൻ ദൈവികമായ ആവശ്യകത അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യത ലഭിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അവിടെയാണ് നമുക്ക് ദൈവവചനത്തിന്റെ പ്രാധാന്യത മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ആമേൻ സ്തോത്രം കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ ഇത് ഒരാൾക്ക് കൊടുക്കുന്നു എന്നുള്ളതല്ല, ഇല്ലെങ്കിൽ ഒരു സമൂഹത്തിന് കൊടുക്കുന്നു എന്നുള്ളതല്ല, ഇല്ലെങ്കിൽ ദൈവമക്കൾക്ക് മാത്രം ഇത് കൊടുക്കുന്നു എന്നുള്ളതല്ല. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു എല്ലാവർക്കും ഈ സമാധാനത്തെ ഞാൻ കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൽ അപ്പോൾ ഞാനും നിങ്ങളും ആശ്രയിക്കാൻ തീരുമാനിച്ചാൽ അന്ന് മുതൽ ഒരു പ്രത്യേകമായ സമാധാനം ഹല്ലേലൂയ ആമേൻ നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്നു ആമേൻ സ്തോത്രം, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഹല്ലേലൂയ. അതാണ് അതിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. ഇതെന്താണ് അതിന്റെ അകത്തൊരു പ്രത്യേകത? എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകം തരുന്ന സമാധാനം ആമേൻ കുറച്ച് സമയപരിമിതികൾ മാത്രം അതിനുണ്ട്. സമയപരിമിതികൾക്കകത്ത് നിൽക്കുന്നതാണ് ആ സമാധാനം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആ സമാധാനത്തിനകത്ത് ഒരു മനുഷ്യന്റെ ഫുൾ ലൈഫിനെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ലോകത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ടോ, യാത്രകൾ ചെയ്യുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് ആമേൻ ഹല്ലേലൂയ ഇടപാടുകൾ നടത്തുന്നത് കൊണ്ടോ, പോകുന്നത് കൊണ്ടോ, വരുന്നത് കൊണ്ടോ ആമേൻ സ്തോത്രം നമുക്ക് സമാധാനം ആമേൻ ലഭിക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. കുഞ്ഞുങ്ങളോട് കൂടെയുള്ള താമസം, വാസം, ആമേൻ യാത്ര, ആമേൻ സ്തോത്രം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ആമേൻ സമാധാനത്തിന് വേണ്ടി മനുഷ്യർ പല കാര്യങ്ങളും ചെയ്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയാം, ഇതെല്ലാം ഒരു സമയ പരിമിതികൾക്കകത്ത് നിൽക്കുന്നതാണ്. സ്തോത്രം. ആ സമയം കഴിയുമ്പോൾ ആ സമാധാനം വിട്ടുമാറുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ആ സമാധാനത്തിൽ എല്ലാവർക്കും എല്ലായ്പ്പോഴും തുടരാൻ കഴിയത്തില്ല, എപ്പോഴും ലഭിക്കണമെന്നുമില്ല. ഹല്ലേലൂയ. അതാണ് ലോകം തരുന്ന സമാധാനത്തിനകത്തുള്ള ശൂന്യതകൾ. ഹല്ലേലൂയ. എല്ലാവരും വ്യക്തമായി മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്നത് ആമേ ദൈവമക്കളാണെങ്കിലും ഹല്ലേലൂയ ആമേ സ്തോത്രം ആരാണെങ്കിലും ശരി, ആമേ സമാധാനത്തിൽ തുടരുവാൻ ഞാൻ നിങ്ങളും ഈ ദിവസങ്ങളിൽ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആമേ ലോകം അതിന്റെ ആമേൻ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അക്രമങ്ങൾ, അനീതികൾ, ആമേ സ്തോത്ര കുടുംബത്തിനകത്താണെങ്കിലും സ്വസ്ഥതയില്ലാത്ത അന്തരീക്ഷങ്ങൾ, ഹല്ലേലൂയ സംസാരങ്ങൾ, സംസാര വിഷയങ്ങൾ, ആമേൻ ഏതെങ്കിലും ഒരു കാര്യം, ഇല്ലെങ്കിൽ രോഗങ്ങൾ, കടഭാരം, ആമേൻ അങ്ങനെ സമാധാനത്തെ കെടുത്തുന്ന വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വരും. ഹല്ലേലൂയ. എന്നാൽ അതിനകത്തെല്ലാം നാം തുടരേണ്ടത് ആവശ്യമാണ്. സമാധാനത്തിൽ തുടരേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെങ്ങനെയെന്നാണ് ആമേൻ ഞാൻ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള സമാധാനം ആമേൻ ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ എല്ലാ ദിവസവും അത് നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. എല്ലാ ദിവസവും നമുക്ക് അസമാധാനം അനുഭവിക്കാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. അതൊരു പ്രത്യേക വ്യക്തികൾക്കല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും ഒരുപോലെ അനുഭവിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. എല്ലാവർക്കും എല്ലായ്പ്പോഴും തുടരുവാനും കഴിയും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവിക സമാധാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഉറക്കം, നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ പോലും സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എത്രയോ ആമേൻ സ്തോത്രം ആളുകളുണ്ട് ആമേൻ ഉറക്കത്തിന് പോലും ആമേൻ ഹല്ലേലൂയ ഉറക്കത്തിന് പോലും കൊതിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലരൊക്കെ അനുഭവങ്ങൾ പങ്കിടാറുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായി ആ കാര്യങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് നന്നായി ഉറങ്ങേണ്ടതിന് വേണ്ടി ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സ്തോത്രം നല്ല മെഡിസിനെ ആശ്രയിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്നായി ഒന്ന് ഉറങ്ങാൻ അവൻ പല മേഖലകളെ തിരയുന്നവരുണ്ട്. ഹല്ലേലൂയ. അവരോടായി ഞാൻ ഒരു വാക്ക് പറയട്ടെ. ആമേൻ സ്തോത്രം. ദൈവത്തിലാണ് എന്റെയും നിങ്ങളുടെയും ആശ്രയമെങ്കിൽ ആമേൻ തീർച്ചയായിട്ടും സ്വർഗീയമായ സമാധാനം നമ്മുടെ മേൽ കർത്താവ് ഇട്ടുതരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അത് അല്പസമയത്തേക്കുള്ളതല്ല, അത് നിത്യേന ഉള്ളതാണ്. നിത്യേന നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് ദൈവിക സമാധാനം എന്നുള്ളത്. ആമേൻ. സങ്കീർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അതേ പ്രിയരെ, ഭയമുണ്ടെങ്കിൽ നമ്മുടെ സമാധാനം മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭയത്തിനകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും പ്രശ്നങ്ങൾ നമ്മെ അലട്ടുന്നെങ്കിൽ, ഏതെങ്കിലും വിഷയങ്ങൾ ആമേൻ നമ്മളെ ഭയപ്പെടുത്തുന്നെങ്കിൽ ആമേൻ നമ്മുടെ സമാധാനത്തിന് കുറവ് വരും, സമാധാനത്തിന് ശൂന്യതയുണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് തീർച്ചയായും ആമേൻ ഭയം എന്നുള്ള ആമേൻ ഹല്ലേലൂയ വിഷയത്തെ ആമേൻ നാം ദൈവസന്നിധിയിൽ പറയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് ആശ്രയിക്കുന്നവർക്കാണ് ഭയം കൂടാതെ ജീവിക്കാൻ
കഴിയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിലുള്ള ആശ്രയമാണ് ആമേൻ നമ്മുടെ ഭയത്തെ മാറ്റുന്നത്. ഹല്ലേലൂയ. ആമേൻ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഓർക്കുക, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം. ഹല്ലേലൂയ. ആമേൻ ഞാൻ പറയട്ടെ, ആമേൻ എനിക്കും നിങ്ങൾക്കും ഹല്ലേലൂയ നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തെ അറിയുന്നവനാ സ്വർഗം. ഹൃദയത്തിനകത്തുള്ള നീറ്റൽ, ഹൃദയത്തിനകത്തുള്ള വിഷയങ്ങൾ, ഹൃദയത്തിനകത്തുള്ള ഭാരം ഇത് നന്നായി അറിയുന്നവനാ സ്വർഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ഇത് പറഞ്ഞാൽ മാത്രമേ അവന് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ, പറഞ്ഞാൽ മാത്രമേ അതിനകത്ത് പങ്കുചേരാൻ കഴിയത്തുള്ളൂ. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വിങ്ങനെ പോലും ഹല്ലേലൂയ മനസ്സിലാക്കുന്നവനാണ് നമ്മുടെ സ്വർഗസ്വനായ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ആ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, ആ ദൈവത്തിന്റെ ലോടൊരു സ്നേഹം ആമേൻ നമ്മളിൽ വർദ്ധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭയത്തെ നമുക്ക് പുറത്താക്കാൻ കഴിയും. ഈ ഭയം നമ്മളിൽ നിന്ന് വിട്ടുമാറിയാൽ തീർച്ചയായിട്ടും ആമേൻ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ഈ സന്തോഷം നമ്മുടെ സമാധാനമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ എല്ലാവർക്കും തികഞ്ഞ ഒരു സന്തോഷത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാത്തതാണ് ആമേൻ പലരുടെ ഈ സമാധാനത്തിനെ ആമേൻ ഹല്ലേലൂയ ശൂന്യത വരുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ആമേൻ യേശു കർത്താവ് എനിക്കും നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തത് കാൽവറി ക്രൂശിൽ എന്നുള്ളത് അവൻ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഭരിച്ചാൽ തീർച്ചയായിട്ടും ആ ദൈവിക സമാധാനത്തെ എനിക്ക് നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയും. നാം സംസാരിക്കുന്നതിന് മുൻപ്, ഞാൻ പറയുന്നതിന് മുൻപ്, അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുൻപ് എന്റെ ദൈവം എന്നെ കണ്ടു എന്ന് തിരുവചനത്തിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വരുന്നതായ, പോകുന്നതായ, സംഭവിക്കുന്നതായിട്ടുള്ള എല്ലാ വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന് ചില അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളുണ്ട്. അവൻ ദൈവം അറിയാതെയല്ല എന്ന് നാം ഈ ദിവസങ്ങളിൽ തിരിച്ചറിയേണ്ടതുണ്ട്. ഹല്ലേലൂയ. നാം ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് കടക്കുമ്പോൾ അവൻ വിചാരിക്കരുത് ഇത് അപൂർവമായി എനിക്ക് സംഭവിച്ചു എന്ന് ആരും വിചാരിക്കരുത്. ഹല്ലേലൂയ. അത് ദൈവിക പദ്ധതിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആ നിലകളിൽ അവൻ നാം മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കണം. ഹല്ലേലൂയ. അവൻ സ്തോത്രം ഇങ്ങനെയാ പറയുന്നത്. അവൻ സ്തോത്രം യെശയ്യാവിന്റെ പുസ്തകം 38-ാം അധ്യായം. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 38-ാം അധ്യായം. അവൻ സ്തോത്രം അതിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായുള്ളത് ഭവിച്ചു, എങ്കിലും നീ എന്റെ സകല പാപങ്ങളെയും എന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എന്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം മരണത്തോളം എത്തിയ ഒരു ഭക്തൻ, മരണത്തോളം എത്തിയ ഒരു മനുഷ്യന്റെ വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മരണത്തോളം, പാതാള വാതിലകം പോകേണ്ടി വന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്ന സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായുള്ളത് ഭവിച്ചു. ഹല്ലേലൂയ. അപ്പോൾ കയ്പായുള്ള കാര്യങ്ങളും ആമേൻ സമാധാനത്തിന് വേണ്ടി ഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നാം വിചാരിക്കും, ഹല്ലേലൂയ, ഈ കയ്പായിട്ടുള്ള ഈ അനുഭവം എന്തിനാ കർത്താവേ, അവൻ എന്തിനാണ് എന്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യം വന്നത് എന്ന് അവൻ സ്തോത്രം നാം ചിന്തിക്കാറുണ്ട്. പക്ഷേ അവൻ നാം ആ വിഷയത്തെ കുറിച്ച് ദൈവസന്നിധിയിൽ ആരായുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവൻ ദൈവത്തിന് അതിനകത്ത് നമ്മളോട് പറയാനൊരു മറുപടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ആ വിഷയത്തെ സംബന്ധിച്ച് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ അവൻ ഹല്ലേലൂയ ചില മറുപടികളുണ്ട്. ഹല്ലേലൂയ. അവൻ സ്തോത്രം ആ മറുപടി എനിക്കും നിങ്ങൾക്കും അവൻ ദൈനംദിനം കേൾക്കാൻ സാധിച്ചാൽ ഉറപ്പു പറയട്ടെ, അവൻ സമാധാനത്തിൽ എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അവൻ എനിക്ക് ആ വിഷയത്തെ കുറിച്ചുള്ള അവൻ ഹല്ലേലൂയ അവൻ ദൈവിക ഉദ്ദേശം അറിയാത്തത് കൊണ്ടാണ്, ഹല്ലേലൂയ അവൻ ദൈവിക ഉദ്ദേശങ്ങളെ കുറിച്ച് മനസ്സിലാകാത്തത് കൊണ്ടാണ് അവൻ ഞാൻ അതിനെപ്പറ്റി സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം, ഞാൻ അനുഭവിക്കുന്ന ഭാരം, ഞാൻ അനുഭവിക്കുന്ന രോഗം, ഇല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത, ഹല്ലേലൂയ, അത് ഏതിൽ നിന്ന് വന്നു, എങ്ങനെ വന്നു, ആമേൻ സ്തോത്രം, ഇതിനകത്ത് ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവിക സമാധാനത്തോടുള്ള ഒരു മറുപടി നമുക്ക് എല്ലാവർക്കും ലഭ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ നമുക്കൊരു വിഷയത്തെ പറ്റി ക്ലാരിറ്റി ലഭിച്ചാൽ, ഹല്ലേലൂയ, ഒരു മറുപടി പ്രാപിച്ചാൽ തീർച്ചയായിട്ടും ആമേൻ ഹല്ലേലൂയ നമുക്ക് ആ വിഷയത്തെ കുറിച്ച് ഒരു പരാതിയും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് അതിന്റെ അകത്തെ റിസൾട്ട് അറിയത്തില്ലാത്തത് കൊണ്ടും പലപ്പോഴും ആ വിഷയത്തിനകത്തുള്ള മറുപടി, ദൈവിക മറുപടി എന്താണെന്ന് അറിയത്തില്ലാത്തത് കൊണ്ടുമാണ് ആമേൻ നാം ഭാരപ്പെട്ടു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം നിരാശപ്പെട്ടു പോകുന്നത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. അതിന്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇതിനകത്തൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്നിലൂടെ ദൈവം ആമേൻ എന്നിലൂടെ പുറപ്പെടേണ്ടത് എന്താണെന്ന് ആമേൻ നാം തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ആ അസ്വസ്ഥത കടന്നു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ആമേൻ ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ഭാരം അനുഭവിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നിരാശ, വേദന, ഹല്ലേലൂയ, ആരോട് പറയാൻ കഴിയത്തില്ലാത്ത പ്രശ്നങ്ങളുടെ നടുവിലൂടെ ആരെങ്കിലും
ആരെങ്കിലും പോകുന്നുണ്ടോ? സ്വർഗം പറയുകയാ, നിങ്ങൾക്ക് വേണ്ടിയാണ് എന്റെ സമാധാനമുള്ളത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് തരാനാണ് ഹല്ലേലൂയ എന്റെ സമാധാനം ഞാൻ തന്നിട്ട് പോയത്. പ്രൈസ് ദി ലോർഡ്. അത് ഇന്ന് പകൽ സ്വീകരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ സ്വീകരിക്കാൻ തയ്യാറായാൽ ഒരു വലിയ സ്വസ്ഥതയോടുകൂടി ലോകം എത്രമാത്രം കലങ്ങി മറിഞ്ഞാലും, ലോകത്തിന്റെ നിയമങ്ങൾ ഹല്ലേലൂയ, അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങൾ ഹല്ലേലൂയ, പകർച്ചവ്യാധികൾ ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ഏതൊക്കെ അസ്വസ്ഥതകൾക്കകത്തൂടെ ഞാനും നിങ്ങളും കടന്നുപോയാലും സമാധാനത്തിൽ ജീവിക്കാൻ അല്ലെങ്കിൽ സ്വസ്ഥതയിൽ ജീവിക്കാൻ നമുക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം പോകുന്ന സിറ്റുവേഷനെ കുറിച്ചുള്ള മറുപടി അല്ലെങ്കിൽ റിസൾട്ട് ദൈവിക പദ്ധതിയെ കുറിച്ച് എനിക്ക് നിങ്ങൾക്കും ഗ്രഹിക്കാൻ കഴിയട്ടെ. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാ പറയുന്ന, സമാധാനത്തിന് വേണ്ടി ഹല്ലേലൂയ എനിക്ക് അത്യന്തം കയ്പായുള്ളത് ഭവിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, എങ്കിലും നീ എന്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എന്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. അതാണ് ആ ദൈവഭക്തന്റെ സമാധാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ പാപത്തെ ദൈവത്തിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. അതേ പ്രിയരെ, നമ്മുടെ എന്നെ പാപത്തെ ദൈവത്തിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവിക സമാധാനത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും കഴിയും. ആമേൻ ഹല്ലേലൂയ വരുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ദിവസങ്ങളിൽ ആ നിലകളിൽ ജീവിക്കാൻ ആമേൻ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം ഹല്ലേലൂയ ആമേൻ സ്തോത്രം 34-ാം വാക്യത്തിൽ ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്നു. ആമേൻ സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ആമേൻ ഹല്ലേലൂയ 34-ാമത്തെ വാക്യത്തിന്റെ അകത്ത് ഇങ്ങനെ വായിക്കുന്നു. ആമേൻ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ ഇവിടെ പറയുന്നു, സമാധാനത്തോടെ നീ പോയിക്കോ. ഹല്ലേലൂയ. നിന്റെ യാത്രയിലെ എല്ലായിടത്തും നിനക്ക് സമാധാനം തരാൻ ആമേൻ ഹല്ലേലൂയ, നിന്റെ ആമേൻ ജീവിതത്തിൽ പരിഹാരം തരാൻ ഞാൻ വിശ്വസ്തനാണ്. കാരണം എന്താണ്? ഹല്ലേലൂയ. ഈ ഒരു വാക്ക് കർത്താവ് അവളോട് പറയാൻ കാരണം എന്താണെന്നറിയാമോ? അവളുടെ സമാധാനക്കേടിന്റെ വിഷയം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. അവൾ 12 സംവത്സരമായി ആമേൻ രക്തസ്രവത്താൽ ഭാരപ്പെട്ട് കഴിയുന്ന ഒരു സ്ത്രീയാ. ഹല്ലേലൂയ. ആമേൻ ഏറിയ വൈദ്യന്മാരാൽ പല ചികിത്സകൾ ചെയ്തിട്ടും ആമേൻ ഒട്ടും ഭേദം വരാതെ തീർത്തും അവശതയായി പോയ ഒരു സ്ത്രീയെ കുറിച്ചാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. അപ്പോൾ സമാധാനത്തിന്റെ വില എന്താണ്? ഹല്ലേലൂയ. അവളോട് ചോദിച്ചാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. സമാധാനത്തിന്റെ വില എന്താണ്? ഹല്ലേലൂയ. ആ സിസ്റ്ററോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ സഹോദരിയോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആമേൻ ഹല്ലേലൂയ. ആമേൻ അവൾക്ക് സമൂഹത്തിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ ഒന്ന് ശരിക്കും ഒന്ന് ഇറങ്ങാൻ, നിൽക്കാൻ ആമേൻ ഹല്ലേലൂയ പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പക്ഷേ ആമേൻ സ്വർഗം അവളോട് പറയുന്ന ഒരു വാക്കുണ്ട്, നീ സമാധാനത്തോടെ പോയിക്കോ. ഹല്ലേലൂയ. ഇത് പറയാൻ കാരണം എന്താണ്? ഹല്ലേലൂയ. ഇത് പറയാൻ കാരണം അവൻ കർത്താവിനെ കാണാനിടയായി തീർന്നു. അവൾ കർത്താവിനെ കാണാനിടയായി തീർന്നു. അവൾ കർത്താവിന്റെ ഇവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊടും. പ്രൈസ് ദി ലോർഡ്. തിരക്കായതുകൊണ്ട് എന്നെ ആരും വിളിക്കത്തില്ല. എനിക്ക് യഥേഷ്ടം അവന്റെ മുൻപിൽ ചെല്ലാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും അവൾ പറയുന്ന ഹൃദയത്തെ തീരുമാനമെടുക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും തൊടും. ഹല്ലേലൂയ. അതെനിക്ക് സമാധാനം തരും. ഹല്ലേലൂയ. അതെനിക്ക് സ്വസ്ഥതയായി തീരും. ഹല്ലേലൂയ. അവളുടെ വിശ്വാസം എന്ത് ചെയ്യുന്നു? അത് അനുസരിക്കാൻ ഹല്ലേലൂയ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതിനകത്തേക്ക് അവൾ സ്റ്റെപ്പ് എടുത്തു വെച്ചപ്പോൾ കർത്താവ് അവളെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇനി നിന്നെ ആ സമാധാനക്കേടിന്റെ വിഷയം ഭരിക്കത്തില്ല. കാരണം നീ എന്നെ തൊട്ട് കഴിഞ്ഞു. എങ്ങനെ തൊട്ടു? വിശ്വാസത്തോടെ തൊടാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതത്തിൽ അന്ന് വരെ തടയപ്പെട്ട സമാധാനം ഒരൊറ്റ സെക്കൻഡിൽ, ഒറ്റ നിമിഷത്തിൽ ദൈവം അവൾക്ക് കൈമാറാനിടയായി തീർന്നു. ഹല്ലേലൂയ. പിന്നീട് അസ്വസ്ഥത അവളെ ഭരിച്ചിട്ടില്ല. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ കർത്താവിന് എനിക്കും നിങ്ങൾക്കും തൊടാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ച് ഹല്ലേലൂയ കയറി വരുന്ന ഹല്ലേലൂയ അസ്വസ്ഥതയല്ല, എന്നേക്കുമായിട്ടുള്ള സമാധാനത്തെ നമുക്ക് കർത്താവ് തരും. ഹല്ലേലൂയ. ആ നിലകളിൽ ഒന്ന് ബിഹേവ് ചെയ്യാൻ, ആ നിലകളിൽ ഒന്ന് പെരുമാറാൻ, ആ നിലകളിൽ ഒന്ന് ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ കഴിയണം എന്നുള്ളതാണ് ഹല്ലേലൂയ നമ്മുടെ സ്തോത്ര ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്കും ആ നിലകളിൽ ദൈവത്തെ തൊടാൻ കഴിഞ്ഞ പലപ്പോഴും നമ്മുടെ സമാധാനത്തിന് ഭംഗം വരുന്നതിന്റെ കാരണം ദൈവത്തെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ഇല്ലെങ്കിൽ യഥാർത്ഥ രീതിയിൽ വിശ്വാസത്തെ നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല, ഇല്ലെങ്കിൽ യഥാർത്ഥ രീതിയിൽ ദൈവസന്നിധിയിൽ ഒന്ന് അടുത്തിയെല്ലാൻ കഴിയാത്തതാണ് ആ നിലകളിലുള്ള വിഷയം.
വിഷയങ്ങൾക്ക് കാരണം. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ, പ്രത്യേക എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആമേൻ ഈ ദിവസങ്ങൾ സമാധാനപരമായി അന്തരീക്ഷത്തിലേക്ക് എനിക്ക് നിങ്ങൾക്കും കടക്കാൻ കഴിയട്ടെ. ആമേൻ സ്തോത്രം. ആമേൻ 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം ആമേൻ അതിന്റെ 17-ാം വാക്യത്തിൽ, ഹല്ലേലൂയ, 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതിനെ എലി സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രയേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു സമാധാനത്തോടെ നീ പോയിക്കോ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ എല്ലാ ഏരിയകൾക്കകത്തും ഈ സമാധാനം നിന്നെ പിന്തുടരും. കാരണം അതിന്റെ കാരണമാണ് നാം അറിയേണ്ടത്. ഹല്ലേലൂയ. സമാധാനം തരാൻ ദൈവം റെഡിയാണ്. സമാധാനം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുമുണ്ട്. പക്ഷേ ഇതിനകത്ത് ജീവിക്കാൻ കഴിയാത്തതാണ് പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ. ഹല്ലേലൂയ. അതിനെ നാം ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഹല്ലേലൂയ എല്ലാ ഏരിയകൾക്കകത്തും നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ പറയുന്നു, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രയേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ദൈവത്തോട് അപേക്ഷ കഴിക്കുന്നവരായിരിക്കണം ഞാനും നിങ്ങളും. ഹല്ലേലൂയ. ദൈവത്തോട് അപേക്ഷ കഴിക്കുന്നവരാണ് ഞാനും നിങ്ങളും എങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവിക സമാധാനത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. 1, വിശ്വാസത്തോടെ ദൈവത്തെ തൊടാൻ കഴിയണം. 2, ദൈവത്തിനെ ആശ്രയിക്കാനായിട്ട് കഴിയണം. 3, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ദൈവത്തോട് വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടുള്ള നമ്മുടെ അപേക്ഷ ആമേൻ ഹല്ലേലൂയ അവളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ വലിയ സ്വസ്ഥതയെ കൈമാറുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾ ഇതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. അവൻ ആരുടെ മുൻപിലാ കരഞ്ഞത്? ഹല്ലേലൂയ. പ്രഭുക്കന്മാരുടെ മുൻപിലല്ല, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യന്മാരുടെ മുൻപിലല്ല അവൻ കരഞ്ഞത്. ആമേൻ ഹല്ലേലൂയ. അവൾ കരഞ്ഞത് ആരോടാണെന്നറിയാമോ? അവൾ മനോവ്യസനത്തോട് യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും പലപ്പോഴും അവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത്. ഹല്ലേലൂയ. മനുഷ്യന്റെ മുമ്പിൽ പലതും നമ്മൾ തുറന്നു പറയാറുണ്ട്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. സ്നേഹിതരോട്, കൂട്ടുകാരോട്, ആമേൻ സ്തോത്രം, അങ്ങനെയുള്ളവരോടൊക്കെ നാം വിഷയം പങ്കുവെക്കും. എന്നാൽ ഹല്ലേലൂയ അവിടെ നിന്നൊക്കെ ചില ഒരു ആശ്വാസം ലഭിച്ചെന്ന് വരികയല്ലാതെ കൃത്യമായ ഒരു പെർഫെക്റ്റ് ആകുന്ന ഒരു സമാധാനത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവം പറയുകയാണ്, ആമേൻ സ്തോത്രം, ഇവൾ ദൈവത്തോട് പറയുന്നു, യഹോവയോട് അവൾ പറഞ്ഞു പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. ഹല്ലേലൂയ. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവ അടിയന്റെ സങ്കടം നോക്കി നീ അടിയനെ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവവുമായിട്ടൊരു സംസാരം, ദൈവവുമായിട്ടൊരു കൂട്ടിമുട്ടൽ, കർത്താവുമായിട്ടുള്ള ഒരു ഇടപെടലുകൾ. ഹല്ലേലൂയ. ഇതാണ് അവളുടെ ജീവിതത്തെ സമാധാനത്തോടെ പോയിക്കൊള്ളാൻ പറയത്തക്ക രീതിയിൽ ഒരു വാക്ക് ഹല്ലേലൂയ അഭിഷേകത്തിന് നിന്ന് പുറപ്പെട്ടത്. എന്നതുപോലെ ഈ കാലഘട്ടത്തിൽ എന്നെയും നിങ്ങളെയും നോക്കി സ്വർഗം അങ്ങനെ മറുപടി പറയാനിട വരട്ടെ. സമാധാനത്തോടെ നീ പോയിക്കോ, സമാധാനത്തോടെ നീ ഹല്ലേലൂയ കാര്യങ്ങൾ ചെയ്തോ, സമാധാനത്തോടെ നീ ജോലി ചെയ്തോ, സമാധാനത്തോടെ നീ നിന്റെ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കോ, സമാധാനത്തോടെ നീ നിന്റെ മിനിസ്ട്രി ചെയ്തോ. ഇതെല്ലാം പറയണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവവുമായിട്ട് ഒരു ബന്ധത്തിലേക്ക് ഞാൻ നിങ്ങളും കടന്നു വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ബന്ധത്തിൽ, ആ ആശയത്തിനകത്ത്, ആ വിശ്വാസത്തിന്റെ പ്രകടനത്തിനകത്താണ്, ഇല്ലെങ്കിൽ ആ പ്രതികരണത്തിനകത്താണ് ദൈവം നമുക്ക് വേണ്ടി ചിലത് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ദൈവിക സമാധാനം എനിക്ക് നിങ്ങൾക്കും ഏറ്റെടുക്കാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലില് ആ ഒരു നിലകളിലേക്ക് ഹല്ലേലൂയ എല്ലാ ജനത്തെയും ദൈവം കൊണ്ടുവരട്ടെ എന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അങ്ങനെ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, സ്തോത്രം, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. സ്തോത്രം. 5-ാം അധ്യായം 9-ാം വാക്യത്തിലാണ് പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഒരു പദവി കൂടി ഉണ്ട് കേട്ടോ. സമാധാനം ഇല്ലാത്തടത്താണ് സമാധാനത്തിന്റെ ആവശ്യകത ഉള്ളത്. ഹല്ലേലൂയ. സമാധാനവും സ്വസ്ഥതയും ഉള്ളതിന്റെ അകത്ത് നമുക്ക് സമാധാനത്തിന്റെ ആവശ്യകതയില്ല. ഹല്ലേലൂയ. അവിടെ പ്രത്യേകിച്ച് അവൾ ഓൾറെഡി ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഇല്ലാത്ത ഒരവസ്ഥകൾക്കകത്ത് ഞാനും നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണമെന്ന് സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് ഈ കാലഘട്ടത്തിൽ, സ്വസ്ഥതയില്ലാത്ത ഈ കാലഘട്ടത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, സമാധാനപരമായി ഒരു അന്തരീക്ഷങ്ങളും ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ എത്ര പേർക്ക് സമാധാനപരമായി ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നു?
ഹല്ലേലൂയ. അത് നമ്മുടെ പ്രവർത്തികൾക്കകത്തൂടെ സമാധാനപരമായി അന്തരീക്ഷത്തെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ സഹായത്തിലൂടെ, നമ്മുടെ സഹകരണത്തിലൂടെ, നമ്മുടെ വാക്കിലൂടെ ഹല്ലേലൂയ നമുക്ക് സമാധാനത്തെ ഉണ്ടാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമാധാനമില്ലാത്ത അന്തരീക്ഷമാണ് എന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് ഒരു ദൈവ പൈതലും മാറിപ്പോകരുത്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലും ആ ഒരു നിലകളിൽ എക്സ്ക്യൂസ് പറഞ്ഞ് മാറരുത് എന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. കാരണം നാം സമാധാനം ഉണ്ടാക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമാധാനം ഉണ്ടാക്കുന്നവരായിരുന്നാൽ അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഹല്ലേലൂയ പറയുന്നു, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. കാരണം ദൈവത്തിൽ നിന്നാണ് ഈ സമാധാനം ലഭിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള പദവികൾക്കകത്തേക്ക് എനിക്ക് നിങ്ങൾക്കും കടന്നു വരുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തെ, നമ്മുടെ സാഹചര്യത്തെ കുറ്റം പറയാതെ ഹല്ലേലൂയ സമാധാനപരമായി ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ. ഹല്ലേലൂയ. ഓരോ ദൈവ കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ. ഓരോ ജനങ്ങൾക്കും കഴിയട്ടെ. ഓരോ സഹോദരിമാർക്ക്, ഓരോ സഹോദരന്മാർക്ക്, ഓരോ കുഞ്ഞുങ്ങൾക്ക് ഏത് തലത്തിൽപ്പെട്ടവനായിരുന്നാലും സമാധാനത്തിൽ ജീവിക്കാൻ കഴിയണമെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ തീർച്ചയായിട്ടും സമാധാനം ഉണ്ടാക്കുന്നവർ തന്നെ ആയിരിക്കണം. നമ്മുടെ പ്രവൃത്തിയിലൂടെ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കണം. നമ്മുടെ വാക്കിലൂടെ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഹല്ലേലൂയ. നമ്മുടെ സ്തോത്രം പ്രവൃത്തിയിലൂടെ, ഹല്ലേലൂയ നമ്മുടെ നോട്ടത്തിലൂടെ, നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിനകത്തൂടെ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരായിരിക്കണമെന്ന് ദൈവം ഹല്ലേലൂയ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ സായന്തന വേളയിൽ എനിക്കും എല്ലാ ജനത്തോടും ഒരുപോലെ പറയാൻ പറ്റുന്ന ഒരു വാക്ക്, ഹല്ലേലൂയ, നാം സമാധാനത്തിൽ ജീവിക്കണം. സമാധാനത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ സമാധാനം ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ. അവരെ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അവരിലൂടെയാണ് വലിയ മാറ്റങ്ങൾ സംഭവിക്കുക. ഹല്ലേലൂയ. അല്ലായെങ്കിൽ മാറ്റം സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. സന്തോഷകരമായ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സമാധാനപരമായ അന്തരീക്ഷത്തിനകത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കൽ കൂടി വേഗത്തിൽ ഒരു വചനം കൂടി വായിച്ച് ഹല്ലേലൂയ ദൈവസേന ഇരിക്കുന്നു. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ 2-ാം അധ്യായം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 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 എല്ലാവരും സമാധാനം ആചരിച്ച്, ഹല്ലേലൂയ, എല്ലാവരോടും സമാധാനം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ. ഹല്ലേലൂയ. എല്ലാവരോടും സമാധാനം ആചരിക്കണം എന്നുള്ളത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കൽപ്പനയായിട്ട് ഹല്ലേലൂയ ദിവസങ്ങളെ സ്വീകരിക്കണം. ഹല്ലേലൂയ. അതേത് മനുഷ്യരായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിനകത്ത് അസ്വസ്ഥത സൃഷ്ടിക്കുന്നവരായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. ഏത് നിലകളിൽ ജീവിക്കുന്നവരായിരുന്നാലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം സ്തോത്രം, എല്ലായിടത്തും സമാധാനത്തെ സ്തോത്രം അന്വേഷിക്കുന്നവരും ആചരിക്കുന്നവരായും മാറണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ സമാധാനത്തിന്റെ പ്രാധാന്യത മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ഒന്നടുത്ത് ചെല്ലാൻ കഴിയുന്നെങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകലിൽ വലിയ മാറ്റങ്ങൾ അവരവരുടെ ജീവിതത്തെ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. രോഗത്താൽ സമാധാനക്കേട് അനുഭവിക്കുന്നുവോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. കടഭാരങ്ങളാൽ, ഞെരുക്കങ്ങളാൽ, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങളാൽ, ഹല്ലേലൂയ, മാനസിക സംഘർഷങ്ങളാൽ, ഡിപ്രഷനിലാൽ, ഭയത്താൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഏതെങ്കിലും നിലകളിൽ സമാധാനത്തെ ഇല്ലാതെ ജീവിതത്തിൽ ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകല് സ്വർഗം പറയുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ഹല്ലേലൂയ. എന്നേക്ക് നിലനിൽക്കുന്ന ദൈവിക സമാധാനത്തെ സ്വീകരിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്തിയല്ല. ഒരു വാക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ നല്ല രാജാവേ, നല്ല സമയത്തിനായി ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ അല്പനേരത്തേക്കുള്ള സമാധാനമല്ലല്ലോപ്പാ. നിശ്ചയമായും കർത്താവ് ഏത് ഏരിയകൾക്കകത്തും, ഏത് പ്രശ്നത്തിനകത്തും, ഏത് പ്രതികൂലത്തിനകത്തും, ഹല്ലേലൂയ, എല്ലായ്പ്പോഴും ഞങ്ങളെ തുടരുന്ന, ഞങ്ങളെ പിന്തുടരുന്ന ഒരു ദൈവിക സമാധാനമുള്ളതിനാൽ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക. കർത്താവ്, രോഗത്താൽ ആരുടെയെങ്കിലും സമാധാനത്തിനകത്ത് ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ, പ്രയാസത്തിനകത്ത്, ഭാരത്തിനകത്ത്, ഭയത്തിനകത്ത്, ഹല്ലേലൂയ, ശരിക്കും ഉറങ്ങുവാൻ കഴിയാതെ, ഹല്ലേലൂയ, മറ്റു പല പ്രശ്നങ്ങളാൽ, വ്യാധികളാൽ, സ്തോത്രം, മറ്റ് ചിന്താഗതികളാൽ, ചിന്താകുലങ്ങളാലൊക്കെ ഭാരപ്പെട്ട് സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിനകത്ത് കഴിയുന്നവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സ്വസ്ഥത, ഒരു വലിയ ദൈവിക സമാധാനം, ഒരു വലിയ ദൈവിക സംതൃപ്തി
കീർത്തി എല്ലാവരുടെ മേലും കർത്താവെ നീ ഒരുമിച്ച് പകരുന്നതിനാൽ സ്തോത്രം അപ്പാ. ദൈവത്തിന്റെ കൃപയ്ക്കകത്ത് ആത്മാവെ നീ എല്ലാവരും ഒരുപോലെ പൊതിഞ്ഞാട്ടെ. ദൈവികമായ ഇടപെടലുകൾക്കകത്ത് ആത്മാവെ നീ അവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ച് നിർത്തിയാട്ടെ എന്ന് എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പാ ഞങ്ങളുടെ ഈ ലോകത്തിൽ ഹലലു സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ലാത്ത അന്തരീക്ഷങ്ങൾ സാഹചര്യങ്ങളൊക്കെ കടന്നു വരുന്നപ്പാ. അങ്ങനെയുള്ള എല്ലാ ഭവനങ്ങളെ നീ ഓർക്കണമേ. അങ്ങനെയുള്ള എല്ലാ വ്യക്തിത്വങ്ങളെ നീ ഓർക്കണമേ അപ്പാ. സമാധാനം ഉണ്ടാക്കുന്നവരായി തീരട്ടെ, സമാധാനം അനുഭവിക്കുന്നവരായി തീരട്ടെ, സമാധാനം ആചരിക്കുന്നവരായി തീരട്ടെ കർത്താവേ. പിതാവെ നീ അങ്ങനെ ചെയ്ത് അനുഗ്രഹിക്കുന്നതിനാ സ്തോത്രം. സകലമാനവും മഹത്വവും പുകഴ്ചയും പിതാവെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് തരുന്നു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമേൻ. ഇതുവരെയും അമേൻ തിരുവചനത്തിലൂടെ ഹല്ലേലൂയ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും അമേൻ ഹല്ലേലൂയ ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയെ സ്നേഹത്തെയും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ റോസ് ഫാമിലി അമേൻ സ്തോത്ര ഫേസ്ബുക്ക് പേജിലൂടെ എന്നെ ശ്രദ്ധിക്കുകയും വായിക്കുകയും ചെയ്ത എല്ലാവരോടും കൊണ്ട് നന്ദിയെ സ്നേഹത്തെ ഈ സമയം ഓർപ്പിക്കുന്നു. പ്രത്യേക കർത്തദാസി അമേ റോസിനെ സിസ്റ്റർ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, മനുഷ്യ ധാരാളമായി ദൈവം മാനിക്കട്ടെ എന്ന് കർത്താവിൽ ഹല്ലേലൂയ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവാത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.